അപ്പം നമ്മളങ്ങനെ കാളിമല കണ്ടു. കാളിമലയിൽ തന്നെ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഗുഹകൾ കണ്ട്. ഇനി ഈ ഗുഹയും കണ്ടിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് കുരിശുമലയിലോട്ടാണ് കേട്ടോ. അപ്പോൾ കുരിശുമല കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കൂടിക്കോ. ഒരുപാട് കടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ചിറങ്ങാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച്. എന്താണ് വഴിയും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നോക്കട്ടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇതുവരെ താഴ്ന്നു വന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു താഴ്ന്നു വന്നതിനേക്കാളും ബുദ്ധിമുട്ട് കൂടുതലാണ് ഇങ്ങോട്ട് കയറാനായിട്ടെ. വലിയ വലിയ ഉരുളൻ കല്ലുകളൊക്കെയാണ്. പോരാത്തതിന് ഇത് ഫുള്ള് കാടാണ്. നേരത്തെ നമ്മൾ വന്നത് ഇത്തിരി റോഡിന് വീതിയെങ്കിലും ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷേ ഇതിപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നു. അയ്യോ, ഇടുങ്ങിയ വഴിയും രണ്ട് സൈഡും കാടും അതിൻ്റെ നടുക്കൂടി ഒരു നടപ്പാതയും. നടപ്പാതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലും മുള്ളും എല്ലാം നിറഞ്ഞിട്ടുള്ളൊരു വഴി. എന്തായിരുന്നാലും എൻ്റെ ഊഹം തെറ്റിയില്ല സുഹൃത്തുക്കളെ. ഞാനങ്ങനെ അവസാനം കുരിശുമലയിലെത്തിയിരിക്കുന്നു. ഇന്ന് കുരിശുമല ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെയും താഴത്തെ പോലെ തന്നെ കേട്ടോ, ആരുമില്ല ഇവിടെയൊന്നും. വോ, അടിപൊളി വ്യൂ. അവിടെയാണ് കുരിശ് വെച്ചിരിക്കുന്നത് കേട്ടോ, അവിടെയാണ് കുരിശിരിക്കുന്നത്. ഞാൻ എന്തായാലും അങ്ങോട്ട് ക്യാമറയൊന്നും കൊണ്ടുപോകുന്നില്ല. ഇവിടെ കൊള്ളാം, നൈസ്. അയ്യടാ മോനെ, വാ നോക്കി എന്തൊരു വ്യൂ ആണെന്ന് നോക്കി. എന്ത് വലിയ പാറ കേട്ടാ. അതൊന്നുമല്ല, അതിനേക്കാൾ ഹൈലൈറ്റാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. നോക്കി, ഓ അടിപൊളി. ഞാനിതിൻ്റെ എന്തിലാണ് നിൽക്കുന്നത്. ഇവിടെ അങ്ങോട്ട് കുഴിയാണ് സ്റ്റാർട്ടായത്. എൻ്റെ അമ്മേ, ഇതിപ്പോൾ എത്ര ആയിരം അടി പൊക്കത്തിലാണ് നിൽക്കുന്നതെന്നൊന്നും കറക്കി എനിക്ക് അറിഞ്ഞൂടാ. നോക്കി, എത്രയെങ്കിലും കിലോമീറ്ററിലൂടെ ഒന്ന് കാണാൻ പറ്റും. ക്യാമറയിൽ ശരിക്കും കിട്ടുന്നില്ല. നേരിട്ടൊന്ന് അത് ആസ്വദിച്ചിട്ടാണ് പോകും. ഇന്നലെ ഞാൻ എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ഞാൻ തള്ളുന്നതേ വിചാരിക്കുള്ളൂ. അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടുന്ന് നോക്കാനായിട്ട്. അങ്ങനെ കുരിശുമലയും കണ്ടിട്ട് തിരിച്ചിറങ്ങാൻ വേണ്ടി പോകാനായിട്ട് തിരിച്ചിറങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ആ ഒരു വലിയ സത്യം ഞാൻ മനസ്സിലാക്കിയത്. കാരണം കയറി പോകാനായിട്ട് ഭയങ്കര എളുപ്പമായിരുന്നു, തിരിച്ചിറങ്ങി വരാനാണ് ബുദ്ധിമുട്ടെന്നായിട്ട്. എൻ്റെ ഒരു പ്രധാന പ്രശ്നം അങ്ങനെയുണ്ട്. എനിക്ക് എൻ്റെ മാത്രം പ്രശ്നമായിരിക്കാനാണ് സാധ്യത. എനിക്ക് കയറി പോകാനായിട്ട് ബുദ്ധിമുട്ടില്ല കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കള്ളി പിടിച്ച് കയറിപ്പോവും. അതിന് മരത്തിലായാലും ശരി തന്നെ, കുന്നിലായാലും ശരി തന്നെ, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ തപ്പി പിടിച്ച് കയറിപ്പോകും കേട്ടോ. പക്ഷെ തിരിച്ചിറങ്ങി വരാനുണ്ടല്ലേ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല നല്ല കടുപ്പം കേട്ടോ തിരിച്ചിറങ്ങി വരാൻ. നല്ല കുത്തിറക്കമായിപ്പോയി. എനിക്ക് തോന്നുന്നു കയറിപ്പോകാനായിട്ട് എന്ത് സുഖമായിട്ട് ഞാൻ കയറിപ്പോയെന്ന് തോന്നുന്നു. കയറിപ്പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇത് വെച്ച് നോക്കാം, ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ട് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ വളരെ ഈസി ആയിട്ട് കയറിപ്പോയി. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ 3 സ്ഥലങ്ങൾ കണ്ട്. കുരിശുമല കണ്ടു, കുരിശുമലയിൽ തന്നെ ഗുഹ കണ്ടു, അതിനുശേഷം നമ്മളെന്താണ് കാളിമലയും കണ്ടു. ഇപ്പോൾ ഈ 3 മലകളും എല്ലാം ഈ ഒരൊറ്റ യാത്രയിൽ തന്നെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം ആരോഗ്യമുള്ള ആളുകൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കൂടെ നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വരാൻ.